ഹായ് ഗായ്സ്, അസ്സാമു അലൈക്കും. ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മാർബിൾ പുഡിങ്. നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് ആണിത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും. അതുകൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇനി എങ്ങനെയാണ് മാർബിൾ പുഡിംഗ് ഉണ്ടാക്കാമെന്ന് നോക്കാം. പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ട്. ഞാനിവിടെ 10 ഗ്രാം ചൈനാഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ചൈനാഗ്രാസ് നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ മതി കേട്ടോ, അധികം ആവേണ്ട. കസ്റ്റാർഡ് പൗഡർ അധികമായി കഴിഞ്ഞാൽ നമ്മളെ പുഡിംഗ് ഒരുപാട് തിക്കായി പോകും. അതുകൊണ്ട് 2 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പാല് ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 3 ബ്രെഡ് ആട്ടോ എടുത്തിട്ടുള്ളത്. ഇത് വലിയ ബ്രെഡ് ആയതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. ഇനി ചെറിയ ബ്രെഡാണ് ഉള്ളതെങ്കിൽ 4 ബ്രെഡ് എടുക്കണം. നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇത് കട്ട് ചെയ്ത് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പുഡിങ്ങിന് ഈ സൈഡിലുള്ള ബ്രൗൺ കളർ ഉണ്ടല്ലോ, ആ കളറ് വരും. അതുകൊണ്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്ത് കളയുന്നത്. നമ്മൾ പാലിൻ്റെ മിക്സിലേക്ക് ഈ ബ്രെഡും കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സും അതുപോലെ മുട്ടയും എല്ലാം ഒന്നിച്ചിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം ആദ്യം തന്നെ റെഡിയാക്കി വെക്കാൻ വേണ്ടി പറയുന്നത്. ആദ്യം തന്നെ എല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുഡിങ്ങിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനി ചെറിയ പീസായിട്ട് കൂടി കട്ട് ചെയ്ത് വെക്കാം. നമ്മൾ പാലിൻ്റെ മിക്സിലേക്ക് ഈ ബ്രെഡ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു മുട്ടയും കൂടി എടുത്ത് വെച്ചിട്ട് നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ചൈനാഗ്രാസ് ഇട്ട് കൊടുക്കാം. ഇതിനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിക്ക്. നിങ്ങൾക്കിത് വേണമെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം. മൈക്രോവേവിൽ 1 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോഴേക്ക് ചൈനാഗ്രാസ് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. ചൈനാഗ്രാസ് ഇവിടെ മെൽറ്റാകാൻ വെച്ച സമയത്ത് തന്നെ നമുക്ക് വേറൊരു അടുപ്പിലേക്ക് പാലിൻ്റെ മിക്സ് റെഡിയാക്കി വെക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാലാട്ടോ എടുക്കുന്നത്. പാലിവിടെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3/4 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ അടിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പഞ്ചസാരയുടെയും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം. അതുപോലെ നമ്മൾ ഈ ചേർക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയൊക്കെ കുറച്ചധികം ചേർക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ പുഡിങ് തണുത്ത് സെറ്റാകുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള മധുരം ഉണ്ടാവുള്ളൂ. ഇനി നേരത്തെ പാലിൽ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. ഈ കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്തെടുക്കുക. നമുക്ക് കസ്റ്റേർഡ് ഒന്ന് കുക്കായി കിട്ടേ വേണ്ടു, ഒരുപാട് തിക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 100 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പാലിൽ മിക്സായി കിട്ടും. ഇനിയിപ്പോൾ ബട്ടർ ഫ്രിഡ്ജിൽ നിന്നും എടുത്തു വെക്കാൻ നിങ്ങൾ വിട്ടുപോയെങ്കിൽ പാല് തിളപ്പിക്കുന്ന സമയത്ത് തന്നെ ബട്ടർ ഇട്ട് കൊടുത്താൽ മതി. ബട്ടർ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഇനി നേരത്തെ എടുത്തു വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ബട്ടറും മുട്ടയൊക്കെ ഇപ്പോൾ പാലിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ പാലിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. പെട്ടെന്ന് തന്നെ ബ്രെഡ് കുതിർന്ന് വരും. നേരത്തെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ചൈനാഗ്രാസ് ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതുകൂടെ നമ്മൾ പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ചൈനാഗ്രാസ് കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാതും ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക.
ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിന് മുട്ടയൊക്കെ ചേർത്തതുകൊണ്ട് മുട്ടയുടെ സ്മെല്ലൊക്കെ നന്നായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ പുഡിംഗ് മിക്സ് ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം. ഇതിലിപ്പോൾ ബ്രെഡിൻ്റെ പീസൊക്കെ കാണുന്നില്ലേ? നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്താൽ ഇതൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടും. ഈ പുഡിംഗ് മിക്സ് ഒഴിക്കുമ്പോൾ നമ്മൾ ജാറിൻ്റെ പകുതി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൽ ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടുള്ള സാധനം മിക്സിയിലിട്ടിട്ട് അടിക്കുന്ന സമയത്ത് ഇത് പുറത്തേക്ക് തെറിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പകുതി മാത്രം ഇട്ടിട്ട് അടിച്ചാൽ മതി. ഇതിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് 2 പാർട്ടാക്കി മാറ്റണം. നമ്മൾ മാർബിൾ പുഡിംഗ് ആണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് പകുതി ബാറ്റർ നമുക്ക് വാനില മിക്സ് ആയിട്ട് എടുക്കുക, ബാക്കി പകുതി ചോക്ലേറ്റ് മിക്സ് ആക്കി മാറ്റണം. ഇനി ഒരു പാത്രത്തിലേക്ക് 1.5 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് പുഡിംഗ് മിക്സ് കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിവിടെ കട്ടയൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമ്മുടെ പുഡിംഗ് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കൊക്കോ പൗഡർ മിക്സും അതുപോലെ നമ്മളെ പുഡിംഗ് മിക്സും നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഇപ്പോൾ ചോക്ലേറ്റ് മിക്സ് റെഡി ആയിട്ടുണ്ട്, അതുപോലെ വാനില മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി പുഡിംഗ് ട്രേയിലേക്ക് സെറ്റ് ചെയ്യണം. നമ്മൾ മാർബിൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ബാറ്റർ ഒഴിക്കുന്ന അതേപോലെ തന്നെയാണ് ഈ പുഡിംഗ് മിക്സ് ഒഴിച്ചെടുക്കേണ്ടത്. ആദ്യം കുറച്ച് ചോക്ലേറ്റ് മിക്സ് ഒഴിക്കുക, ഇനി അതിൻ്റെ മേലെ കുറച്ച് വാനില മിക്സ് ഒഴിക്കുക, പിന്നെയും ചോക്ലേറ്റ് മിക്സ് തന്നെ ഒഴിക്കുക, പിന്നെ അതിൻ്റെ മേലെ കുറച്ച് വാനില മിക്സ് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ട്രേ കംപ്ലീറ്റ് നമുക്ക് ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓരോ തവണയും 3 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം 3 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതിൻ്റെ മേലെ 3 ടേബിൾ സ്പൂൺ തന്നെ വാനില മിക്സ് ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ട്രേ കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒരു സ്ക്വയർ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. നമുക്കിതിന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. ട്രേയിൽ ഒഴിച്ച സമയത്ത് കുറച്ച് പുഡിംഗ് മിക്സ് ബാക്കിയുണ്ടായിനി. അപ്പോൾ അത് ഞാൻ കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന കപ്പിലാണ് ഒഴിച്ചു വെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സിലിക്കോൺ മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു വെക്കുക. ഇല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ കപ്പിലോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലോ ഒക്കെ ഒഴിച്ചിട്ട് വെക്കുക. ഒരു ഭംഗി ഉണ്ടാവുമല്ലോ കാണാൻ വേണ്ടിക്ക്. ഇനി ഇതും 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് പുറത്തെടുത്തത്. പുഡിങ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ചെറിയ കപ്പിലാക്കിയതും നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ കപ്പിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് തന്നെ പുറത്തെടുക്കാൻ വേണ്ടി പറ്റും. ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല ഭംഗിയില്ലേ കാണാൻ? കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഞാനിതിന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, നമ്മൾ നേരത്തെ ഓരോരോ ലെയറായിട്ടാണല്ലോ ഒഴിച്ചത്, അതുപോലെ തന്നെ സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഈ മാർബിൾ പുഡിങ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്